നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻഡ മേരി ജോബ്സൺ. നമുക്ക് എല്ലാവർക്കും ഡയബറ്റീസ് എന്താണെന്നറിയാം, പ്രമേഹം. ഈ ഡയബറ്റീസിൽ തന്നെ ഒരുപാട് ടൈപ്പുകളുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ഗാസ്റ്റേഷണൽ ഡയബറ്റീസ്, അങ്ങനെ ഒരുപാട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിനെ പറ്റിയിട്ടാണ്. എന്താണ് ടൈപ്പ് 2 ഡയബറ്റീസ്? അതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിൽ ഒരുപാട് ഷുഗർ അടിഞ്ഞുകൂടുകയും, ഈ ശരിക്കും പറയാൻ ഈ ഷുഗർ നമ്മുടെ എനർജി ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതിന് പകരം ബ്ലഡിൽ ഒരുപാട് അടിഞ്ഞുകൂടുന്ന കണ്ടീഷനാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ശരിക്കും ഇതിൻ്റെ നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തിയിട്ട് അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറും. അതായത് ഈ കാർബോഹൈഡ്രേറ്റും ഷുഗറും മോളിക്യൂൾസ് ആയിട്ട് മാറിയിട്ട് ഗ്ലൂക്കോസ് ആയിട്ടാണ് വരുന്നത്. ഈ ഗ്ലൂക്കോസ് ശരിക്കും എനർജി ആയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നോർമൽ ബോഡി ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട്, എനർജിക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള മോളിക്യൂൾസ് ബ്ലഡിലോട്ട് എത്തും. ആവശ്യത്തിന് എമൗണ്ട് ബ്ലഡിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിൻ സിഗ്നൽ അയക്കും. അതായത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. ഈ പാൻക്രിയാസ് ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ ആവശ്യത്തിന് ബ്ലഡിലോട്ട് വീണ്ടും അയക്കും. അപ്പോൾ ഈ ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് സെൽസിലോട്ട് കൊടുക്കണം. ഈ സെൽസിൻ്റെ അകത്തോട്ട് ഈ ഗ്ലൂക്കോസ് കയറണമെങ്കിൽ ഈ ഇൻസുലിൻ ആവശ്യമാണ്. ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഇൻസുലിൻ അവിടെ ഒരു മെസ്സഞ്ചർ ആയിട്ടാണ് നടക്കണേ. അപ്പോൾ ഈ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലൂക്കോസിന് സെൽസിലോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ നോർമൽ പ്രോസസ്സ് കേട്ടോ. ഇനി ടൈപ്പ് 2 ഡയബറ്റീസിൽ 2 കണ്ടീഷനാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് പാൻക്രിയാസിന് ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ. അപ്പോൾ ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ സെൽസിലോട്ട് അത്രയും ഗ്ലൂക്കോസ് കയറാനായിട്ട് പറ്റില്ല. കാരണം സെൽസിലോട്ട് ഗ്ലൂക്കോസിന് കയറണമെങ്കിൽ അവിടെ അതിനത്രയും ഇൻസുലിൻ വേണം. അപ്പോൾ പാൻക്രിയാസ് അതിനത്രയും പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിൽ ഈ ബാക്കി ഗ്ലൂക്കോസ് വീണ്ടും ബ്ലഡിലോട്ട് തന്നെ പോകും. അപ്പോൾ ബ്ലഡിൽ നോർമൽ റേഞ്ചിനേക്കാളും ഗ്ലൂക്കോസ്, ഷുഗർ ഭയങ്കരമായിട്ട് കൂടും, അങ്ങനെ അടിഞ്ഞുകൂടും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ സെൽസിൽ ഈ ഇൻസുലിനെ ഇഗ്നോർ ചെയ്യും, അതായത് ഒരു മെസ്സഞ്ചറായിട്ട് ഇഗ്നോർ ചെയ്യും. അപ്പോഴും ഷുഗറിന് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന് സെൽസിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എനർജി ആയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും പറ്റില്ല. ഇങ്ങനെയാണ് 2 കണ്ടീഷൻ വരുന്നത്. ഒന്നെന്ന് പറയുന്നത് പാൻക്രിയാസ് ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥ, ഇൻസുലിൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സെൽസിലോട്ട് എത്തുമ്പോൾ ഇൻസുലിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു മെസ്സഞ്ചർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാതെ ഇഗ്നോർ ചെയ്ത് വിടുക. അപ്പോഴും ഗ്ലൂക്കോസിന് ഈ സെൽസിലോട്ട് കയറാനായിട്ട് പറ്റാത്ത അവസ്ഥ. ഇത് 2 എണ്ണമാണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ വരുന്നത്. അപ്പം നമുക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ സിംറ്റംസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ, അതായത് ഇടയ്ക്ക് വെച്ചിട്ട് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് തോന്നുന്ന അവസ്ഥ. ഇതിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്ലഡിൽ ഒരുപാട് ഗ്ലൂക്കോസ് ചെല്ലും. ഈ കിഡ്നിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ ബ്ലഡ് ഫിൽറ്റർ ചെയ്യുകയാണ്. അപ്പോൾ ആവശ്യത്തിലേറെ ഷുഗർ ഉണ്ടെങ്കിൽ അത് യൂറിൻ വഴി പുറന്തള്ളുകയും, ഇനി ഷുഗറിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഇത് ബോഡിയിൽ നിന്ന് തന്നെ റീഅബ്സോർബ് ചെയ്യുകയാണ് ശരിക്കും കിഡ്നിയുടെ ഫങ്ഷൻ. അപ്പോൾ ഓൾറെഡി ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് ഒരുപാട് ഷുഗർ ബ്ലഡിൽ അടിഞ്ഞുകൂടുന്നുണ്ട്. അപ്പോൾ കിഡ്നിക്ക് ഇത് എന്തായാലും ഫിൽറ്റർ ചെയ്ത് കളഞ്ഞേ പറ്റും. അപ്പോൾ കിഡ്നിക്ക് ഒരു ഓവർലോഡ് ആകുമ്പോൾ കിഡ്നിക്ക് ഇത് ഇങ്ങനെ പുറന്തള്ളാനായിട്ട് യൂറിൻ മാത്രമാണ് ഉള്ള വഴി. അതുകൊണ്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ സംഭവിക്കുന്നത്. ഇത് കാരണം തന്നെ ഒരുപാട് നമുക്ക് തേഴ്സ്റ്റ് ഫീൽ ചെയ്യും, അതായത് വെള്ളം കുടിക്കാൻ ദാഹം നമുക്ക് ഒരുപാട് ഉണ്ടാവും. കാരണം കിഡ്നി ഓൾറെഡി ഓവർലോഡ് ആകുമ്പോൾ ഈ യൂറിൻ വഴി ഷുഗറിന് പുറന്തള്ളാണ്. അപ്പോൾ ആ യൂറിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളവും പോവാണ്. അപ്പോൾ ഇൻപുട്ടിനേക്കാളും ധാരാളമാണ് ഔട്ട്പുട്ട്. അപ്പോൾ ബ്രെയിൻ നമുക്ക് തരുന്ന ഒരു മെസ്സേജാണ് വെള്ളം കുടിക്കാനായിട്ട്, കാരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ സിംറ്റം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വീക്ക്നെസ്സും ഡ്രൗസിനെസ്സും. ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു പ്രോസസ്സ്, ശരിക്കും ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂവലാണ്. അപ്പോൾ ഇത് സെൽസിലോട്ട് എത്തിയില്ലെങ്കിൽ അവിടെ ഒരു എനർജി പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഒരുപാട് തളർച്ചയും അല്ലെങ്കിൽ ഒരു ആരോഗ്യക്കുറവ് പോലെ ക്ഷീണമൊക്കെ തോന്നില്ലേ, അതുണ്ടാവുന്നത്. അതാണ് വീക്ക്നെസ്സും ഡ്രൗസിനെസ്സും. ഇതാണ് അതിനുള്ള കാരണം. കാരണം ആ സെൽസിലോട്ട് ഈ ഷുഗർ എത്തുന്നില്ല, അതൊരു ഫ്യൂവലാക്കി, എനർജിക്കുള്ള ഫ്യൂവലാക്കി മാറ്റാനായിട്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് ബ്ലഡ് വിഷൻ, അതായത് മങ്ങിയിട്ടുള്ള കാഴ്ചകൾ. ഇതെന്ന് പറയുന്നത് ഈ ബ്ലഡ് സ്ട്രീമിലുള്ള ഷുഗർ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലത്തെ ലെൻസുകളുണ്ട്, ഈ ലെൻസിലോട്ട് ചെല്ലുകയും അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ സ്വെല്ലിംഗ് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഈ ലൈറ്റ് വന്ന് പതിക്കുന്ന ആ ഒരു ഫോക്കസ് മാറുകയാണ്. ആ ഫോക്കസ് മാറുന്നത് കൊണ്ടാണ് ആ ഒരു ബ്ലഡ് ആയിട്ടുള്ള വിഷൻ നമുക്ക് തോന്നുന്നത്. ശരിക്കും 4-ൽ ഒരാൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട്. അതിൽ ചിലത് അറിയാതെയും പോകുന്നുണ്ട് കേട്ടോ. ഇനി
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഞാൻ പറഞ്ഞു, അത് ബ്ലഡ് സ്ട്രീമിന് ഉള്ളിൽ ഒരുപാട് ഷുഗർ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും ബ്ലഡ് വെസൽസിനും അത് ഡാമേജ് ആണ്. ഇപ്പോൾ കുഞ്ഞു ബ്ലഡ് വെസൽസിനാണെങ്കിൽ അത് ഡാമേജ് കാരണം നമുക്ക് വിഷനിൽ പ്രശ്നം വരാം, അതുപോലെ തന്നെ നെർവ് ഡാമേജ് വരാം. പിന്നെ എക്സ്ട്രീം കണ്ടീഷനിലോട്ട് പോവുകയാണെങ്കിൽ കിഡ്നിക്കും ഡാമേജ് ആണ്. കാരണം കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടി വരികയാണെങ്കിൽ ഫിൽറ്റർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഈ ഷുഗർ വീണ്ടും ബ്ലഡിലോട്ട് പോവാണ്. അത് കാരണമൊക്കെ തന്നെ കിഡ്നിക്ക് ഇത് കേടാണ്. ഇനി കുറച്ചും കൂടി വലിയ ബ്ലഡ് വെസൽസിനെയാണ് എഫക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും അത് കാരണം സ്ട്രോക്കും വരുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാനായിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനും അല്ലെങ്കിൽ ഒബേസിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വരാൻ കാരണം എന്ന് പറയുന്നത് പൊതുവെ അവർക്കൊരു വ്യായാമമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ വ്യായാമം ഇല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മൾ ഈ ഓൾറെഡി ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി യൂട്ടിലൈസ് ആകുന്നില്ല, അതായത് അവരത് യൂസ് ചെയ്യുന്നില്ല. എനർജി യൂസ് ചെയ്യാണ്ടാവുമ്പോൾ ശരീരം പൊതുവെ ആ ഒരു എനർജി യൂസ് ചെയ്യൽ കുറഞ്ഞു വരും. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കുറയും, ഇൻസുലിൻ ആക്സെപ്റ്റ് ചെയ്യുന്നതും കുറയും. ഇത് കാരണം നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരാം. അതുപോലെ തന്നെ ഓവർ വെയ്റ്റിന് കൂടുതലും അവർക്ക് വ്യായാമം ഇല്ലാത്ത കാരണം തന്നെയായിരിക്കും ഓവർ വെയ്റ്റും വരുന്നത്. ഈ ഫാറ്റ് മെയിനായിട്ട് അടിഞ്ഞുകൂടുന്ന ഭാഗമാണ് നമ്മുടെ സ്റ്റൊമക്ക് ഏരിയ. ഇത് കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് വരാം. അതുപോലെ തന്നെ ചില മെഡിസിൻസ് കേട്ടോ, ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ്സും സൈക്കാട്രിക് രീതിയിൽ കൊടുക്കുന്ന കുറച്ച് മെഡിസിനുകളൊക്കെ ചിലപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വന്നാൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡയറ്ററി മാനേജ്മെന്റ് ആണ്. നമ്മൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് ഷുഗർ നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ. അതിന് എക്സാമ്പിളാണ് ബേക്കറി ഫുഡുകൾ, ഡെസേർട്ടുകൾ, സ്വീറ്റ്സ്. ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം. ഈ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഡ്രിങ്ക്സ് കേട്ടോ, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. പിന്നെ എന്ന് പറയുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ വൈറ്റ് റൈസ്, അതുപോലെ തന്നെ ബ്രെഡ്, മൈദ, ഈ കാര്യങ്ങളൊക്കെ. ഇതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഓയിലിൽ വറുത്തെടുത്ത ഭക്ഷണങ്ങൾ, ട്രാൻസ് ഫാറ്റ്, ഇതൊക്കെ കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന്. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ് ഹൈ സാച്ചുറേറ്റഡ് ഫുഡുകൾ. ഈ ഹൈ സാച്ചുറേറ്റഡ് ഫുഡിന് എക്സാമ്പിളാണ് റെഡ് മീറ്റ്, നമ്മുടെ ഈ ബീഫ്, പോർക്ക്, അങ്ങനത്തെ മാംസാഹാരങ്ങൾ. അതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഈ മിൽക്കിലാണെങ്കിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക്, ചീസ്, ഇങ്ങനത്തെ സാധനങ്ങളും ഒഴിവാക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി ഫ്രൂട്ട്സിൽ തന്നെ കുറച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ 100% ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും അത് നല്ലതല്ല. കാരണം ഇതിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ആവാനായിട്ട് ഒരു കാരണമുണ്ട്. അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതിലും ഷുഗറിൻ്റെ അളവ് കൂടുതലാണ്. മാക്സിമം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് ഏതൊക്കെ ഭക്ഷണം കഴിക്കണം. ഫസ്റ്റ് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിൽ പോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ധാരാളം കഴിക്കാം. അതായത് ഇലവർഗ്ഗങ്ങൾ, മുരിങ്ങയിലാവാം, ചീരയാവാം, ഈ കാര്യങ്ങളൊക്കെ ധാരാളം എടുക്കാട്ടോ. പിന്നെ ബ്രൊക്കോളി, കുക്കുംബർ, ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോൾ ഗ്രെയിൻസ്. അതിൽ പെട്ടതാണ് ഈ ഓട്സ്, ബ്രൗൺ റൈസ്. ബ്രൗൺ റൈസ് എന്ന് പറയുന്നത് ഈ തവിടുള്ള അരി കേട്ടോ. ഈ ഓട്സ്, ബ്രൗൺ റൈസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക്, ഗോതമ്പ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഗ്യൂംസ്, അതായത് കിഡ്നി ബീൻസ്, ഗ്രീൻ പീസ്, ഈ കാര്യങ്ങളൊക്കെയാണ് ലെഗ്യൂംസിൽ വരുന്നത്. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഫാറ്റ്സ്, ഒമേഗ 3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ. ഇത് രണ്ടും ഒരുപാട് ഓവറായിട്ട് കഴിക്കരുത്, ഒരു മിതമായിട്ടുള്ള അളവിൽ കഴിക്കാനായിട്ട് പറ്റും. അതെന്ന് പറയുന്നതാണ് ഈ നട്ട്സ്, സീഡ്സ് കാര്യങ്ങളൊക്കെ. ഈ നട്ട്സിലും സീഡ്സിലും ഈ ഹെൽത്തി ഫാറ്റ് ആണെങ്കിൽ ഒമേഗ 3 നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ചിയ സീഡ്സ്, പംകിൻ സീഡ്, ഇതൊക്കെ നല്ലതാട്ടോ. പിന്നെ ഉള്ളതാണ് ലീൻ പ്രോട്ടീൻ, അതായത് നമ്മുടെ മുട്ട, യോഗേർട്ട്, നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ്, ഇതൊക്കെ കഴിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ലോ ഗ്ലൈസീമിക് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മധുരമുള്ളതല്ല, നമുക്ക് കുറച്ചുകൂടി പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് എടുക്കുക. ഈ മുന്തിരി, നമ്മുടെ ഓറഞ്ച്, ഇങ്ങനത്തെ ഒക്കെ ഫ്രൂട്ട്സ് ആണ് കുറച്ചും കൂടി എടുക്കുന്നത്. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ മാത്രം നമ്മളിത് ശ്രദ്ധിച്ചാൽ പോരെ, എക്സസൈസും കൂട്ടത്തിൽ വേണം. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഫ്യൂവലായിട്ടാണ് ഈ ഗ്ലൂക്കോസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു എന്നും വെച്ചിട്ട് എക്സസൈസ് ചെയ്യാണ്ടിരിക്കരുത്. എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്. നമുക്ക് യോഗയിലാണെങ്കിലും സൂര്യ നമസ്കാര, വജ്രാസന, ഭുജംഗാസന, ഇതുപോലത്തെ കുറേ ആസനകളുണ്ട് ക്ലിനിക്കൽ യോഗയായിട്ട് നമുക്ക് പോകാം. അതും ധാരാളം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടീൻ. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും
എക്സസൈസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു റൂട്ടീൻ വേണം. കറക്റ്റായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ടൈം, എണീക്കുന്ന ടൈം, ഫുഡ് കഴിക്കുന്ന ടൈം, അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ സ്നാക്സൊക്കെ കഴിക്കില്ലേ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഈ കാര്യങ്ങൾക്ക് റൂട്ടീൻ കൃത്യമായിട്ട് തന്നെ പോകണം. പിന്നെ നിങ്ങൾ മെൻ്റലി സ്ട്രെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിലാക്സേഷൻ, പ്രാണായാമാസ്, മെഡിറ്റേഷൻ, ഇതിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാം. ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെയും ഗാസ്റ്റേഷൻ ഡയബറ്റീസിൻ്റെയും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.